കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പരിശുദ്ധ ഖുർആനിലെ 22-ാം സൂറത്താകുന്ന സൂറത്തുൽ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്തിന്റെ അർത്ഥം മുകളിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് പോസ്റ്റ്മാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ചലഞ്ച് അക്സെപ്റ്റഡ്. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, ആരാധിക്കപ്പെടുന്ന വസ്തുക്കളോ അതല്ലെങ്കിൽ മനുഷ്യ സമുദായം മുഴുവനും ഒന്നിക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ് പോലെ ഒരാൾക്കും സാധ്യമാവുകയില്ല. അതിന് അള്ളാഹു ഉപമ കൊണ്ടുവന്നത് നിസാരമായ ഒരു ഈച്ചയാണ്. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ മനുഷ്യനെ കൊണ്ടോ മറ്റ് ആരാധ്യ വസ്തുക്കളെ കൊണ്ടോ ആവുകയില്ല. ഈ ആയത്തിന് എതിരെയാണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മാൻ ഒരു മനുഷ്യകോലമുള്ള റോബോട്ടിന്റെ വീഡിയോ അവിടെ ഇട്ടിരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പോസ്റ്റ്മാൻ ഇട്ടിരിക്കുന്ന മനുഷ്യകോലമുള്ള റോബോട്ട് കേവലം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ഉപകരണങ്ങളാകുന്ന ഇരുമ്പും പ്ലാസ്റ്റിക്കും മറ്റ് ലോഹങ്ങളും മെറ്റലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു മനുഷ്യ കോലത്തിലുള്ള ഒരു റോബോട്ടിനെ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാതെ ജീവനുള്ള, സ്വയം വളരാൻ പ്രാപ്തിയുള്ള, ജനനവും മരണവുമുള്ള, ആന്തരിക ജൈവ അവയവങ്ങളുള്ള, അതായത് കോശങ്ങളും DNA പോലെയുള്ള സംവിധാനങ്ങളും ഉള്ള മനുഷ്യ ജീവനെയാണ്, ഒരു ജീവിയെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ സൃഷ്ടിക്കാൻ ഒരാൾക്കും സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ, ജീവനുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമാവുകയില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. റോബോട്ട് എന്ന് പറയുന്നത് കേവലം മാനുഫാക്ചറിങ് മാത്രമാണ്. പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ആണ്. വേർതിരിച്ച് നാം മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു ഉപമിച്ചിരിക്കുന്ന ഈച്ച സ്വന്തമായി പറക്കാനും അതിന്റെ അന്നം കണ്ടെത്താനും അതിന്റെ മറ്റു പല കാര്യങ്ങൾക്കുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. റോബോട്ടിന്റെ കാര്യം നാം എടുത്തു നോക്കിയാൽ, മനുഷ്യൻ ഏത് രൂപത്തിലാണോ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തന്നെ ആ റോബോട്ടിനെ കൊണ്ട് ചെയ്യാൻ സാധ്യമാവുകയില്ല. ബാറ്ററി തീർന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗശൂന്യമാകുന്നത് പോലെ ഈ റോബോട്ടും ഉപയോഗശൂന്യം മാത്രമാണ്. അള്ളാഹുവിന് മാത്രമാണ് പരിപൂർണമായ സൃഷ്ടി ശക്തിയുള്ളത്. മനുഷ്യൻ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ഉപകരണങ്ങളും നിയമങ്ങളും ഉപയോഗിച്ച് അവനെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള മിഷ്യനുകളൊക്കെ ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ നിർമ്മിക്കുന്നു, അള്ളാഹു സൃഷ്ടിക്കുന്നു. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് പോസ്റ്റ്മാനോട് പറയാനുള്ളത്, എക്സ് മുസ്ലിം എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഈ രൂപത്തിൽ ഒരു പേജ് തുടങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല. ശാസ്ത്രം എത്രമാത്രം ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും ഒരിക്കലും അള്ളാഹുവുമായി താരതമ്യം ചെയ്യപ്പെടാനോ അള്ളാഹുവിന്റെ ഒരു സംവിധാനത്തോട് കൂട്ടിച്ചേർത്ത് പറയാനോ നമുക്ക് സാധ്യമാവുകയില്ല. മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.